സ്ക്വിഡ് ഗെയിം എന്ന സീരീസിന്റെ മൂന്നാമത്തെയും നാലാമത്തെയും എപ്പിസോഡാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ വീണ്ടും ഗെയിം കളിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായ ഓരോ പ്ലെയേഴ്സിനെയും കൂട്ടി ആ വാഹനങ്ങൾ ഓരോന്നും മൂവ് ചെയ്യുകയാണ്. മുഴുവനായിട്ടും എത്ര പ്ലെയേഴ്സ് വരുന്നുണ്ടെന്ന് ഒരു പിടിയുമില്ല. നിരവധി വാഹനങ്ങൾ വരിവരിയായിട്ട് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗെയിം നടക്കുന്നത് ഒരു ദ്വീപിലാണല്ലോ, അങ്ങോട്ടേക്ക് ഈ കാറൊക്കെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? അതുകൊണ്ട് തന്നെ ആ കാറുകളെല്ലാം ഒരു വലിയ കപ്പലിലേക്ക് കയറ്റുന്നു. നമ്മുടെ ഡിറ്റക്റ്റീവ് ആര്യനും അവരുടെ പിന്നാലെ തന്നെ ഉണ്ടല്ലോ. അവന് പക്ഷേ അവന്റെ കാറും കൊണ്ട് ഇപ്പോൾ ആ കപ്പലിലേക്ക് കയറാൻ പറ്റും ഇല്ല. അതുകൊണ്ട് തന്നെ അവൻ കാറ് കുറച്ച് അകലെയായിട്ട് നിർത്തിവെച്ച് അവരുടെ കണ്ണിൽ പെടാതെ കപ്പലിലേക്ക് കയറാൻ തയ്യാറായി നിൽക്കുന്ന കാറിന്റെ അടിയിലേക്ക് കയറി ഒളിച്ചു നിൽക്കുന്നു. അങ്ങനെ ആ കാറുകളോടൊപ്പം അവനും ആ കപ്പലിനുള്ളിലേക്ക് എത്തുന്നു. കാറുകളൊക്കെ കപ്പലിലേക്ക് കയറിയതിനു ശേഷം ആ മുഖംമൂടിധാരികൾ വന്നിരിക്കുന്ന പ്ലെയേഴ്സിന്റെ ചെവിക്ക് പിന്നിലായിട്ട് ഒരു യന്ത്രം ഉപയോഗിച്ച് സ്കാൻ ചെയ്യുന്നു. ഉടനെ തന്നെ ആ പ്ലെയറുടെ മുഴുവൻ ഡീറ്റെയിൽസും അവർക്ക് കാണാൻ സാധിക്കും. ഇതേ സമയം നമ്മുടെ ആര്യൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു കാറിലേക്ക് കയറി ബോധം കെട്ടതുപോലെ കിടക്കുന്നു. ഓരോ പ്ലെയേഴ്സിനെയും സ്കാൻ ചെയ്ത് അവസാനം നമ്മുടെ ഡിറ്റക്റ്റീവിൻ്റെ അടുത്തും മുഖംമൂടിധാരി എത്തുന്നു. ഡിറ്റക്റ്റീവിനെ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഒരു വിവരവും വരുന്നില്ല. അയാൾക്ക് ഇതെന്താ സംഭവം എന്ന് മനസ്സിലായില്ല. അയാളത് ചെക്ക് ചെയ്യുന്നതിനിടയിൽ നമ്മുടെ ആര്യൻ അയാളെ അറ്റാക്ക് ചെയ്ത് കൊല്ലുന്നു. ശേഷം അയാളുടെ വസ്ത്രങ്ങൾ ഊരിമാറ്റി അതെടുത്ത് അണിയുന്നു. എന്നിട്ട് ആ ശവശരീരം കപ്പലിൽ നിന്ന് വെള്ളത്തിലേക്ക് വലിച്ചെറിയുന്നു. അതോടൊപ്പം തന്നെ ഡിറ്റക്റ്റീവിന്റെ ID കാർഡും മറ്റു പേഴ്സും കാര്യങ്ങളും ഒക്കെ ആ ശവശരീരത്തോടൊപ്പം വലിച്ചെറിയുന്നു. പെട്ടെന്ന് മുഖംമൂടിയിട്ട രണ്ടുപേർ അങ്ങോട്ടേക്ക് വരുന്നു. എന്തോ ഭാഗ്യത്തിന് ആര്യൻ ശവശരീരം വലിച്ചെറിയുന്നത് അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവർ വന്ന ഉടനെ ആര്യൻ പറയും, എനിക്ക് വോമിറ്റിംഗ് വരുന്ന പോലെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നു നിന്നത് എന്ന്. അപ്പൊ അതിലൊരാൾ പറയും, നിന്റെ സുപ്പീരിയറുടെ പെർമിഷൻ ഇല്ലാതെ സംസാരിക്കരുതെന്ന് അറിയില്ലേ, പോയി ക്യാബിനിൽ വെയിറ്റ് ചെയ്യൂ എന്നും പറഞ്ഞിട്ട് അവരവിടെ നിന്നും പോകുന്നു. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന സെക്യൂരിറ്റീസിന് പോലും ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലെ. അങ്ങനെ ആ പ്ലെയേഴ്സിനെ എല്ലാം ആ ദ്വീപിലേക്ക് എത്തിക്കുന്നു. അവിടെ വെച്ച് അവരുടെ വസ്ത്രങ്ങളെല്ലാം ഊരി മാറ്റി അവരുടെ നമ്പേഴ്സ് എഴുതിയിരിക്കുന്ന വസ്ത്രം അണിയിക്കുന്നു. അതിനിടയിൽ നമ്മുടെ ഭാനു ആ സെക്യൂരിറ്റീസിന്റെ ഒക്കെ കണ്ണുവെട്ടിച്ച് താൻ കൊണ്ടുവന്ന ഒരു കത്തി ഒളിപ്പിച്ചെടുക്കുന്നു. അടുത്ത ദിവസം രാവിലെ നമ്മുടെ സേതു പോയിട്ട് ഈപ്പച്ചനെ എഴുന്നേൽപ്പിക്കുന്നു. അയാളാണെങ്കിൽ എത്ര നേരം വിളിച്ചിട്ടും എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല. വളരെ സ്ലോ ആയിട്ടാണ് എഴുന്നേറ്റത്. യോ എന്റെ അപ്പൂപ്പ, നിങ്ങൾ തീർന്നു പോയി എന്നാ ഞാൻ വിചാരിച്ചത് എന്ന് സേതു പറയുന്നു. പിന്നെ മോനെ, അത്രക്ക് വേഗമൊന്നും ഞാൻ ചാവൂലടാ എന്നും പറഞ്ഞ് അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. അപ്പോഴേക്കും ചന്തുവും അലിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നു. അങ്ങനെ അവരെല്ലാവരും പരസ്പരം സംസാരിക്കുകയാണ്. സേതു എല്ലാവരോടുമായിട്ട് പറയും, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ ഗെയിം നമുക്ക് ജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കാം എന്ന് പറഞ്ഞ് അവരെല്ലാവരെയും ചേർത്ത് ഒരു ഗ്രൂപ്പായിട്ട് മാറുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്ത് നമ്മുടെ ബോസിനെ കാണിക്കുന്നു. ഒരു മുഖംമൂടിക്കാരൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് പോയിരുന്ന 201 പേരിൽ 187 പേരും തിരിച്ചു വന്നിട്ടുണ്ട്, 4 പേര് തിരിച്ചു വന്നിട്ടില്ല എന്ന് പറയുന്നു. അത് കുഴപ്പമില്ല, ഗെയിമിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങിക്കോളൂ, വരാതിരുന്ന ആ 4 പേരുടെ മേലെ ഒരു കണ്ണുണ്ടായിരിക്കണം എന്ന് ബോസ് അയാളോട് പറയുന്നു. ഇവിടെ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഭക്ഷണം കൈ കേട്ടിയപ്പോൾ ഈ പച്ചൻ പറയും, ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ ഭാര്യയെ ഓർമ്മ വരുന്നു എന്ന്. സേതുവിന് ആ ഭക്ഷണം കണ്ടപ്പോൾ പഴയകാല ഓർമ്മകളാണ് വന്നത്. കുട്ടിക്കാലത്ത് ചന്തുവിനോടൊപ്പവും കൂട്ടുകാരോടൊപ്പവുമുള്ള ഓർമ്മകൾ അവൻ ചന്തുവിനോട് പറയുന്നു. അപ്പോ ചന്തു പറയും, നോക്ക് സേതു, നമ്മളിപ്പോ അതൊക്കെ ചിന്തിച്ചിരിക്കുകയല്ല വേണ്ടത്, എനിക്കും അതൊക്കെ ഓർമ്മയുണ്ട്, പക്ഷെ ഇപ്പോൾ നമ്മൾ അടുത്ത ഗെയിം എന്തായിരിക്കും എന്നാണ് ചിന്തിക്കേണ്ടത്, അതിനെപ്പറ്റി ആയിരിക്കണം നമ്മുടെ കോൺസെൻട്രേഷൻ മുഴുവൻ എന്ന് പറയുന്നു. അതെ അത് ശരിയാണെന്ന് പറഞ്ഞിട്ട് ഈപ്പച്ചനും സേതുവും കൂടിയിട്ട് കുട്ടിക്കാലത്ത് അവർ കളിച്ചിരുന്ന ഒരുപാട് ഗെയിമുകളുടെ പേരിങ്ങനെ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കേട്ടിട്ട് നമ്മുടെ അലിയുടെ കിളി പോയി. അവൻ പറഞ്ഞു, ഈ ഗെയിമൊന്നും എനിക്കൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ ചന്തു പറയും, നീ അതൊന്നും കൊണ്ട് പേടിക്കണ്ട, നമ്മൾ ഇത്രയും ആൾക്കാരില്ലേ, ഇതൊക്കെ കൊച്ചു കുട്ടികൾ കളിക്കുന്ന ഗെയിമാണ്, എനിക്ക് ഒന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും, അതുകൊണ്ട് പേടിക്കണ്ട, നമ്മളൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുന്നു. മറുവശത്ത് ഇന്ന് നിങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞിരിക്കുന്നു, എല്ലാവരും അവരവരുടെ റൂമുകളിലേക്ക് പോകൂ എന്ന് സെക്യൂരിറ്റീസിന് വേണ്ടിയുള്ള അനൗൺസ്മെന്റ് വരുന്നു. അങ്ങനെ എല്ലാവരും റൂമിലേക്ക് പോവുകയാണ്. നമ്മുടെ ഡിറ്റക്റ്റീവ് എന്ത് ചെയ്യും, ആകെ പെട്ടില്ലേ. അപ്പൊ ആ കുപ്പായത്തിന്റെ പോക്കറ്റിൽ ഒരു റൂം കീ ഉണ്ടായിരുന്നു. അതിൽ റൂം നമ്പർ 29 എന്ന് എഴുതിയിരുന്നു. ആര്യൻ നേരെ ആ മുറിക്കുള്ളിലേക്ക് പോകുമ്പോൾ റൂം നമ്പർ 28 സെക്യൂരിറ്റി ആര്യനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആര്യൻ അത് ശ്രദ്ധിക്കാതെ വേഗം മുറിക്കുള്ളിലേക്ക് പോയി വാതിലടയ്ക്കുന്നു. മുറിക്കുള്ളിലും CCTV ക്യാമറ ഉണ്ടായിരുന്നു. മാത്രമല്ല 3 പ്രധാനപ്പെട്ട റൂൾസും എഴുതി വെച്ചിരുന്നു. ആരോടും സംസാരിക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കുമ്പോഴല്ലാതെ മുഖംമൂടി അഴിച്ചു വെക്കാൻ പാടില്ല, അനുവാദം കൂടാതെ മുറിക്ക് വെളിയിലേക്ക് ഇറങ്ങരുത് തുടങ്ങിയ 3 റൂളുകൾ. ഇതേ സമയത്ത് നമ്മുടെ രതി, എനിക്ക് കക്കൂസ് പോണം, എന്നെ അഴിച്ചുവിട്, എന്നെ പുറത്തേക്ക് വിടുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അല്ലാറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുഖംമൂടിക്കാരൻ വന്നിട്ട് പറയും, ഇല്ല, എനിക്ക് ഒരിക്കലും നിങ്ങളെ പുറത്തുവിടാൻ പറ്റില്ല, നിങ്ങളുടെ സമയം കഴിഞ്ഞു, ഇനി എനിക്ക് നിങ്ങളെ പുറത്തുവിടാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പെണ്ണുങ്ങളാണെങ്കിൽ ഭയങ്കര ഒച്ചപ്പാടുമ്പോൾ, എനിക്ക് പുറത്തു പോയേ പറ്റി, ഇവിടെ നിറച്ചു ആണുങ്ങളാണ്, എനിക്ക് ഇതിൻ്റെ അകത്ത് മുള്ളാൻ പറ്റൂല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചപ്പാട്. എന്തൊക്കെ പറഞ്ഞിട്ടും പുള്ളിക്കാരൻ സമ്മതിക്കുന്നില്ല. അവസാനം നിങ്ങൾക്ക്
കീട ഞാൻ മുള്ളിയാലേ നിങ്ങൾക്ക് സമാധാനമാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് അഴിച്ചിട്ട് അവിടെ തന്നെ അങ്ങ് ഇരിക്കാൻ പോകുമ്പോൾ സെക്യൂരിറ്റി വേറെ വഴിയില്ലാതെ വാതിൽ തുറക്കുന്നു. വാതിൽ തുറന്ന ഉടനെ തന്നെ നമ്മുടെ ബാമു കൂടി അങ്ങോട്ടേക്ക് വന്നിട്ട് എനിക്കും ടോയ്ലറ്റ് പോകണമെന്ന് പറയുന്നു. ഇത്രയും നേരം ഇവിടെ കിടന്ന് ഒച്ചയുണ്ടാക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെ ഒച്ച വെച്ച് ഞാൻ സമ്മതം വാങ്ങിച്ചപ്പോഴത്തേക്ക് നിനക്കും പോകണം അല്ലേ എന്നും പറഞ്ഞിട്ട് രതി അവളോട് തല്ലുകൂടാൻ പോകുന്നു. പക്ഷെ അവളതൊന്നും ശ്രദ്ധിക്കാതെ ബാത്റൂമിലേക്ക് പോകുന്നു. നമ്മുടെ രതി ബാത്റൂമിൽ മുള്ളാൻ പോയതാന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് എന്താ സിഗരറ്റ് ഒളിപ്പിച്ചു വെച്ച് വന്നിരിക്കുന്നു. എന്തൊക്കെ സാധനം കൊണ്ടുവരാം, അത് അതിനിടക്ക് കൊണ്ടുവന്ന സാധനം നോക്കിയേ. എന്നിട്ട് അവിടെ സുഖമായിട്ടിരുന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ ഭാനു വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി വരുന്നു. നീ നിനക്ക് നാണോല്ലടി എന്ന് പറഞ്ഞ് രതി അവളോട് ചൂടാവുന്നു. അപ്പോൾ ബാമ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി ഉണ്ടല്ലോ അതെടുത്തിട്ട് അവളുടെ കഴുത്തിന് നേരെ ചൂണ്ടിപ്പിടിച്ചിട്ട് പറയും, കുറച്ചു നേരം ആ സെക്യൂരിറ്റിയെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ വെന്റ് ഓപ്പൺ ചെയ്ത് മുകളിൽ പോയിട്ട് എന്താ നടക്കുന്നതെന്ന് പറയാം. അങ്ങനെ രതി അതിന് സമ്മതിക്കുന്നു. ശേഷം കത്തി ഉപയോഗിച്ച് ബാമ ആ വെന്റ് ഓപ്പൺ ചെയ്ത് അതിനുള്ളിലൂടെ മുകളിലേക്ക് പോയി നോക്കുന്നു. അവിടെ കിച്ചണിൽ ആ സെക്യൂരിറ്റീസ് ഒക്കെ പഞ്ചസാര ഉരുക്കുന്നതാണ് ബാമ കാണുന്നത്. അവൾക്ക് ഇതെന്താ സംഭവം എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. മറുവശത്ത് സെക്യൂരിറ്റി ഇത്രയും നേരമായിട്ട് കക്കൂസ് പോയിട്ട് ഇറങ്ങാറായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ ഉള്ളിലേക്ക് കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് രതി പരമാവധി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒരു ഘട്ടത്തിൽ ആ സെക്യൂരിറ്റി വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി വരുന്നു. ഭാഗ്യവശാൽ അപ്പോഴേക്കും നമ്മുടെ ബാനു അവിടെ എത്തിയിരുന്നു. അങ്ങനെ രണ്ടുപേരും ജസ്റ്റ് മിസ്സായിട്ട് രക്ഷപ്പെടുന്നു. തിരിച്ചു മുറിയിലേക്ക് പോകുമ്പോൾ രതി ബാനുവിനോട് എന്താ കണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൾ കൃത്യമായിട്ട് മറുപടിയൊന്നും പറയുന്നില്ല. ഇവരുടെ സംസാരമെല്ലാം നമ്മുടെ ചന്തു കേൾക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ രതി പോയിട്ട് ബാനുവിനോട് എന്താണ് ഇന്നലെ രാത്രി കണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ബാനു പറയും അവിടെ അവർ പഞ്ചസാര ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. എന്തോടി നീ ആളെ കളിയാക്കണം, പഞ്ചസാര ഒരുക്കിയിട്ട് അവരെന്ത് ചെയ്യാനാ, നീ സത്യം പറ എന്താ കണ്ടത്? എത്രയൊക്കെ ചോദിച്ചിട്ടും ബാനു താൻ കണ്ടത് അത് മാത്രമാണെന്ന് പറയുന്നു. നിന്നെയൊക്കെ സഹായിച്ചതിന് എന്നെ വേണം പറയാൻ, പൊടി എന്നും പറഞ്ഞിട്ട് രതി അവിടെ നിന്നും പോകുന്നു. അന്ന് രാവിലെ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ചന്തു കിട്ടിയ ഭക്ഷണം കഴിക്കാതെ മാറ്റിവെക്കുന്നു. അത് കണ്ട അലി ഇതെന്താ നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടേ എന്ന് ചോദിക്കുന്നു. ഉടനെ തന്നെ ചന്തു ആ ഭക്ഷണം എടുത്ത് അലിക്ക് കൊടുക്കുന്നു. നമ്മുടെ സേതുവിനാകട്ടെ ഭക്ഷണത്തിനോടൊപ്പം കിട്ടിയ പാല് ഇഷ്ടപ്പെട്ടില്ല. അവനും അത് അലിക്ക് തന്നെ കൊടുക്കുന്നു. ഫുഡ് കിട്ടിയല്ലോ അടിപൊളി എന്നും പറഞ്ഞിട്ട് അലി അത് കഴിച്ചു തീർക്കുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് ഒരു ഡോക്ടറെ കാണിക്കുന്നു. പുള്ളിക്കാരൻ കൈ കിട്ടിയ ബ്രെഡ് പൊളിച്ചു നോക്കുമ്പോൾ അതിനുള്ളിൽ ഒരു പേപ്പർ പീസ് ഉണ്ട്. അതിൽ ഇന്ന് നടക്കാൻ പോകുന്ന ഗെയിമിന്റെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. സെക്യൂരിറ്റീസിൽ ആരോ അയാൾക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത ഗെയിം ആരംഭിക്കാൻ പോകുന്നതായിട്ട് അനൗൺസ്മെന്റ് വരുന്നു. പ്ലേയേഴ്സിനെ എല്ലാം ഗെയിം നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതിനിടയിൽ ചന്തു ബാനുവിന്റെ അടുത്തേക്ക് പോയിട്ട് ഇന്നലെ രാത്രി നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചത് ഞാൻ കണ്ടുവെന്നും നീ എന്താണ് കണ്ടതെന്ന് പറയണമെന്നും പറയുന്നു. അത് ഞാൻ എന്തിനാ നിങ്ങളോട് പറയുന്നത് എന്ന് ബാനു ചോദിക്കുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഗെയിമുകൾ അറിയാം, നമ്മളെ ഇവിടെ കുട്ടിക്കാലത്ത് കളിച്ച ഗെയിമുകളാണ് ഇവർ കളിപ്പിക്കുന്നത്. നീ എന്താണ് കണ്ടത് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് ഏത് ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത് എന്ന് ഗസ് ചെയ്യാനാവും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ വിൻ ചെയ്യാനാവും എന്ന് ചന്തു പറയുന്നു. ഇന്നലെ രാത്രി അവർ പഞ്ചസാര ഒരുക്കുകയായിരുന്നു എന്ന് ബാനു അയാളോട് പറയുന്നു. അങ്ങനെ എല്ലാവരും ഗെയിം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നു. അവിടെയാവട്ടെ വട്ടം, ത്രികോണം, നക്ഷത്രം, കുട അങ്ങനെ പലവിധ ഷേപ്പുകൾ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പ്ലേയേഴ്സിനോട് അവർക്ക് ഇഷ്ടമുള്ള ഷേപ്പ് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് അനൗൺസ്മെന്റ് വരുന്നു. എല്ലാവരും അതിന് മുന്നിൽ പോയി വരിവരിയായി നിൽക്കണമെന്നും പറയുന്നു. അവിടെ കൂടിയിരിക്കുന്ന ആർക്കും ഇതെന്താണ് സംഭവമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. പക്ഷേ നമ്മുടെ ചന്തുവിന് ആ ഷേപ്പും പിന്നെ ബാനു പറഞ്ഞ ഷുഗർ മെൽറ്റിംഗ് ചെയ്യുന്ന കാര്യവും ഓർത്തപ്പോൾ എന്താണ് ഗെയിം എന്ന് കൃത്യമായിട്ട് പിടികിട്ടി. അവരൊക്കെ കുട്ടിക്കാലത്ത് കളിച്ചിരുന്ന ഷുഗർ കാൻഡി കോൺ. ആ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര ഉരുക്കി ചില അച്ചുകൾ ഉപയോഗിച്ച് പ്രത്യേകതര രൂപങ്ങൾ ഉണ്ടാക്കും. ആ രൂപം പൊട്ടാതെ പുറത്തേക്ക് എടുക്കണം, അതാണ് ഗെയിം. ചന്തുവിന് ഈ കാര്യം കൃത്യമായി മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ സേതു പറയും നമ്മളെല്ലാവരും ഒരേ തരത്തിലുള്ള രൂപം തന്നെ തിരഞ്ഞെടുക്കാം, അതായിരിക്കും സേഫ് എന്ന്. അപ്പോൾ ചന്തു പറയും അത് വേണ്ട, നമുക്ക് ഓരോരാൾക്കും ഓരോ രൂപം തന്നെ തിരഞ്ഞെടുക്കാം, അതാണ് കൂടുതൽ നല്ലത്. ചതിയനായ ചന്തു ഗെയിം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടും അവനത് കൂട്ടുകാരോട് പറയുന്നില്ല. അലി വൃത്താകൃതിയും ഈപ്പച്ചൻ സ്റ്റാർ ഷേപ്പും തിരഞ്ഞെടുക്കുന്നു. നമ്മുടെ സേതു ആവട്ടെ എനിക്ക് കുട്ടിക്കാലം മുതലേ കൂട ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അംബ്രല്ല തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞ് അത് തിരഞ്ഞെടുക്കുന്നു. അവനത് എടുക്കാൻ പോകുമ്പോഴും എല്ലാം മനസ്സിലാക്കിയിട്ടും ചന്തു അവനെ തടഞ്ഞില്ല. ഒരു തവണയൊന്ന് വിളിച്ചു നിർത്തി. പക്ഷെ പണത്തിനോടുള്ള ആർത്തി കാരണം ചന്തു അവനെ അംബ്രല്ല തന്നെ തിരഞ്ഞെടുക്കാൻ സമ്മതിക്കുന്നു. എന്താണ് ഗെയിം എന്ന് പോലും മനസ്സിലാക്കാതെ സേതു പോയിട്ട് അംബ്രല്ല ഷേപ്പ് തിരഞ്ഞെടുക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അംബ്രല്ല ഷേപ്പ് അതിൻ്റെ അകത്തുനിന്ന് പൊട്ടിക്കാതെ എടുക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടം പിടിച്ച കാര്യമാണ്. അങ്ങനെ ഗെയിം ആരംഭിക്കുകയാണ്. 10 മിനിറ്റിനുള്ളിൽ ഗെയിം പൂർത്തിയാക്കണം. എല്ലാ പ്ലേയേഴ്സിനും സെക്യൂരിറ്റീസ് ഓരോ ബോക്സുകൾ കൊടുക്കുന്നു. ഇപ്പൊ അവിടെയുള്ള 2 പേർക്ക് മാത്രമാണ് ഇതെന്താണ് ഗെയിം എന്ന് അറിയാവുന്നത്. ഒന്ന് നമ്മുടെ ചന്തുവിനും മറ്റൊന്ന് ആ ഡോക്ടർക്കും. അതുകൊണ്ട് തന്നെ ചന്തുവും ഡോക്ടറും ഈസി ആയിട്ടുള്ള ഷേപ്പ് എടുത്ത് വേഗം ഗെയിം പൂർത്തിയാക്കുന്നു. എല്ലാ പ്ലേയേഴ്സിന്റെ മുന്നിലും സെക്യൂരിറ്റീസ് ഗണ്ണോടുകൂടി റെഡിയായി നിൽക്കുകയാണ്. ഷേപ്പ് എങ്ങാൻ പൊട്ടിപ്പോയാൽ അപ്പോ വെടിവെച്ച് കൊല്ലും. അവന്മാര് വരിവരിയായിട്ട് ഓരോരുത്തനെയായിട്ട് വെടിവെച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വശത്ത് നമ്മുടെ രതിയെ കാണിക്കുന്നു. പുള്ളിക്കാരി ഒരു സിഗരറ്റ് ലൈറ്റർ കൊണ്ടുവന്നില്ലായിരുന്നു, അത് ഉപയോഗിച്ച് അവർ കൊടുത്തിരിക്കുന്ന സൂചി ചൂടാക്കി അത് ഉപയോഗിച്ച് ആ രൂപം വെട്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഷുഗർ അല്ലേ, ചൂടാക്കിയാൽ മെൽറ്റ് ആവും, അതറിയാലോ അല്ലേ. അപ്പോൾ അങ്ങനെ അത് ഈസി ആയിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മറ്റുള്ളവരുടെയൊക്കെ കണ്ണു വെട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒളിച്ചിരുന്നാണ് പുള്ളിക്കാരി ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മുടെ ബാനുവും ആ രൂപം കട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. ആ
അവളും നമ്മുടെ ചന്തുവിനെ ഫോളോ ചെയ്ത് അവൻ തിരഞ്ഞെടുത്ത അതേ രൂപം തന്നെയാണ് തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ അവളും ഈ ഗെയിമിൽ വിജയിക്കുന്നു. വൃത്തം തിരഞ്ഞെടുത്ത അലിയും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അത് കട്ട് ചെയ്തെടുക്കുന്നു. അങ്ങനെ അവനും ഗെയിം വിജയിക്കുന്നു. നമ്മുടെ സേതു ആകട്ടെ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. വേറെ വല്ല രൂപം എടുത്താൽ മതിയായിരുന്നു, അംബ്രല്ല ഇഷ്ടമാണെന്നും പറഞ്ഞിട്ട് ഇതെടുത്തിട്ട് ഇതൊരുമാതിരി മറ്റേടത്തെ പരിപാടിയായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ പേടിച്ച് വിറച്ച് കഷ്ടപ്പെട്ട് അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവന്റെ വേർപ്പ് ആ ഷേപ്പിന് മുകളിലേക്ക് ഇറ്റു വീഴുന്നു. വിയർപ്പ് വീണ ആ ഭാഗം അലിയുന്നത് സേതു കാണുന്നു. അത് കണ്ടതോടെ സേതുവിന് ഒരു ഐഡിയ തോന്നുന്നു. ഉടനെ തന്നെ ആ ഷേപ്പ് അവൻ നക്കാൻ തുടങ്ങി. നക്കി ആ ഭാഗങ്ങൾ ഓരോന്നും അലിയിച്ചലിയിച്ച് അവൻ ആ ഷേപ്പ് പുറത്തേക്ക് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സേതു ഇത് ചെയ്യുന്നത് കണ്ടപ്പോൾ ബാക്കിയുള്ളവരിങ്ങനെ അന്തം വിട്ടു. ഹൈ, ഇവനെന്തോന്നടപ്പം ഈ ചെയ്യുന്നോണ്ടിരിക്കുന്നത്? അപ്പോഴാണ് അവർക്കും ഗുട്ടൻസ് പിടികിട്ടിയത്. അവരെല്ലാവരും സേതു ചെയ്യുന്നത് പോലെ തന്നെ ആ രൂപം നക്കാൻ തുടങ്ങി. നമ്മുടെ ഈപ്പച്ചനും ഇത് കണ്ടിട്ട് അടിപൊളി ഐഡിയ എന്നും പറഞ്ഞിട്ട് അത് നക്കി ആ സ്റ്റാർ ഷേപ്പ് പുറത്തെടുക്കുന്നു. ഒടുവിൽ നമ്മുടെ സേതു ഒരു വഴിക്ക് കഷ്ടിച്ച് ആ രൂപം പൊട്ടിക്കാതെ പുറത്തേക്ക് എടുക്കുന്നു. ജീവൻ ബാക്കിയായതിലുള്ള സന്തോഷം അവന്റെ മുഖത്ത് നമുക്ക് കാണാമായിരുന്നു. ഇവിടെ നമ്മുടെ കീരിക്കാടൻ ജോസും അവന്റെ രൂപം കട്ട് ചെയ്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് രതി അവളുടെ കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ അവന് എറിഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് സൂചി ചൂടാക്കി ഉപയോഗിക്കാൻ ആംഗ്യം കാണിച്ചിട്ട് അവിടെ നിന്നും പോകുന്നു. അങ്ങനെ കീരിക്കാടനും ആ രൂപം പൊട്ടാതെ പുറത്തേക്ക് എടുക്കുന്നു. അതേസമയം ഹീറോയെ പോലെ മറ്റൊരുത്തനും അംബ്രല്ല ഷേപ്പ് തിരഞ്ഞെടുത്തിരുന്നു. അവൻ ഒരു പരിധിവരെ ആ ഷേപ്പ് അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുത്തു. പക്ഷെ അവസാനം അതിന്റെ പിടി മാത്രം ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയി. അതോടെ സെക്യൂരിറ്റി അവനെ വെടിവെച്ച് കൊല്ലുന്നതിന് വേണ്ടിയിട്ട് തോക്ക് ചൂണ്ടുന്നു. പെട്ടെന്ന് തന്നെ അവൻ ആ തോക്ക് തട്ടിപ്പറിച്ച് ആ സെക്യൂരിറ്റിയുടെ തലക്ക് നേരെ ചൂണ്ടി എല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്നു. എന്നിട്ട് ആ സെക്യൂരിറ്റിയോട് മുഖംമൂടി അഴിച്ചു മാറ്റാൻ പറയുന്നു. അവനും വേറെ വഴിയില്ലാതെ മുഖംമൂടി അഴിച്ചു മാറ്റുന്നു. അവനെ കണ്ടതും ആ പ്ലെയർ ഞെട്ടിപ്പോയി. കാരണം അവനൊരു ചെറിയ ചെക്കനായിരുന്നു. അവനെ കൊല്ലാൻ മനസ്സില്ലാതെ അയാൾ സ്വയം വെടിവെച്ച് മരിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ ബോസും അങ്ങോട്ടേക്ക് എത്തുന്നു. നീ മാസ്ക് ഊരിയത് തെറ്റാണെന്നും പറഞ്ഞിട്ട് ആ സെക്യൂരിറ്റിയെ വെടിവെച്ച് കൊല്ലുന്നു. ആര് തന്നെ ആയാലും മാസ്ക് ഊരാൻ പാടില്ല. നിങ്ങളുടെ മുഖം മറ്റൊരാൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരണം ഉറപ്പ് എന്നും പറഞ്ഞ് ബോസ് അവിടെ നിന്നും പോകുന്നു. ഗെയിമിന്റെ സമയം അവസാനിച്ചത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള എല്ലാവരെയും സെക്യൂരിറ്റീസ് വെടിവെച്ച് കൊല്ലുന്നു. അങ്ങനെ ഈ ഗെയിമിൽ 187 പേരിൽ 79 പേര് എലിമിനേറ്റ് ആവുന്നു. അതായത് 79 പേരെ കൊല ചെയ്യുന്നു. നമ്മുടെ ഇട്ടിച്ചൻ പോയിട്ട് സേതുവിനോട് പറയും, നിന്റെ ടെക്നിക്ക് കൊണ്ടാണ് ഞാനിപ്പോ ജീവനോടെ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് കുറെ പേര് രക്ഷപ്പെട്ടത് എന്നൊക്കെ. ഇപ്പോൾ മരിച്ചവരുടെ തുകയും കൂടി ആ ഭണ്ഡാരത്തിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ ഒരു ഗെയിമോട് കൂടി മറ്റൊരു മാറ്റം കൂടി നടന്നു. നമ്മുടെ രതി ചേച്ചി കീരിക്കാടൻ ജോസിന്റെ ടീമിൽ ചേരുന്നു. തന്റെ ജീവൻ രക്ഷിച്ചതുകൊണ്ട് കീരിക്കാടൻ ജോസ് അവളെ കൂടെ കൂട്ടിയിരിക്കുകയാണ്. അന്ന് രാത്രി എല്ലാവർക്കും വളരെ കുറച്ച് മാത്രമാണ് ഭക്ഷണം കൊടുത്തത്. ഒരു മുട്ടയും എന്തോ ഒരു ഡ്രിങ്കും മാത്രം. കീരിക്കാടൻ ജോസിനാണെങ്കിൽ ആകെ ദേഷ്യം പിടിച്ചു. ഈ ഒരു സാധനം വെച്ചിട്ട് എങ്ങനെ ഈ രാത്രി പുലർത്താൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. ആ സമയത്ത് രതി ചേച്ചി ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു. വീണ്ടും പോയിട്ട് ലൈൻ നിൽക്കുക, വീണ്ടും ഫുഡ് വാങ്ങുക. കീരിക്കാടനെ ആരെങ്കിലും എതിർക്കോ? അവൻ നേരെ പോയി ഒരു സ്ത്രീയുടെ മുന്നിൽ നിന്നിട്ട് അവളെ ദേഷ്യത്തോടെ നോക്കി പേടിപ്പിച്ചിട്ട് വീണ്ടും ഭക്ഷണം വാങ്ങി കഴിക്കുന്നു. അതുകൊണ്ട് തന്നെ പിന്നാലെ വരുന്നവർക്ക് ഭക്ഷണം ലഭിക്കാതെയാവുന്നു. ഭക്ഷണം കിട്ടാത്ത പ്ലെയേഴ്സ് പോയിട്ട് സെക്യൂരിറ്റീസിനോട് ചൂടാവുന്നു. എടേ, ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയില്ലേ, വേഗം ഭക്ഷണം താടെ എന്ന് ഒച്ച വയ്ക്കാൻ തുടങ്ങി. അതോടെ സെക്യൂരിറ്റീസ് ഗണ്ണ് ചൂണ്ടി അവരെ പേടിപ്പിക്കുന്നു. ഞങ്ങളിവിടെ കൃത്യമായിട്ടാണ് ഭക്ഷണം കൊണ്ടുവന്നിരിക്കുന്നത്. അതിലാർക്കും കിട്ടിയിട്ടില്ല എങ്കിൽ മറ്റാരെങ്കിലും വാങ്ങിയിട്ടുണ്ടാവും. അത് നിങ്ങളുടെ തലവേദന, ഞങ്ങളോട് വഴക്ക് കൂടിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നു. ആ സമയത്ത് ഒരു ലേഡി പറയുന്നു, കീരിക്കാടൻ ജോസും ടീമുമാണ് രണ്ടാമത് ഭക്ഷണം വാങ്ങിയതെന്നും അതുകൊണ്ടാണ് ഇവർക്ക് കിട്ടാഞ്ഞത് എന്നും പറയുന്നു. അതിന്റെ പേരിൽ അവിടെ വീണ്ടും ഒരു ചെറിയ കശപിശ ഉണ്ടാവുന്നു. ഭക്ഷണം കിട്ടാത്ത പ്ലെയേഴ്സ് കീരിക്കാടനോട് പോയിട്ട് ചോദിക്കുന്നു, നിന്റെ ഫുഡോ? ഇതിലെന്താ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ടോ? പോടെ പോടെ. അതിന്റെ പേരിൽ അവർ വഴക്കാവുന്നു. കീരിക്കാടൻ കുടിച്ചുകൊണ്ടിരുന്ന ആ കുപ്പി ആ പ്ലെയർ തള്ളി താഴെയിടുന്നു. അതിന്റെ ദേഷ്യത്തിൽ കീരിക്കാടൻ അവനെ ചവിട്ടി കൂട്ടുന്നു. അതുമാത്രമല്ല, ആ വീണ് പൊട്ടിയ കുപ്പിയുടെ അറ്റത്ത് കുറച്ച് വെള്ളം ബാക്കിയുണ്ടായിരുന്നു. അതുകൂടി അവൻ ഒഴിച്ചു കുടിക്കുന്നു. ഒരു തുള്ളി പോലും മറ്റൊരുത്തിന് കൊടുക്കില്ല എന്നുള്ള വാശിയുള്ളതുപോലെ. ജോസ് ചവിട്ടിക്കൂട്ടിയവൻ എന്താണ് എഴുന്നേൽക്കാത്തത് എന്ന് വിചാരിച്ച് ചന്തു പോയിട്ട് അയാളുടെ പൾസ് ചെക്ക് ചെയ്യുന്നു. അപ്പോഴേക്കും അയാൾ മരിച്ചിരുന്നു. സേതു ഓടിച്ചെന്ന് സെക്യൂരിറ്റീസിനോട് അയാൾ ഒരാളെ അടിച്ചു കൊന്നിരിക്കുന്നു, ഇത് ശരിയല്ല, ഇത് ന്യായമല്ല എന്ന് പറയുന്നു. പക്ഷെ അവന്മാരാകട്ടെ പ്ലെയർ 224 എലിമിനേറ്റഡ് എന്നും പറഞ്ഞ് അയാളുടെ മണി കൂടി ആ ഭണ്ഡാരത്തിലേക്ക് ആഡ് ചെയ്യുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരിങ്ങനെ അടിച്ചിട്ട് ചാവാൻ വേണ്ടി തന്നെയാണ് അവന്മാര് വളരെ കുറച്ച് ഫുഡ് മാത്രം അവർക്കന്ന് നൽകിയത്. ഇതൊക്കെ കണ്ട് നമ്മുടെ കീരിക്കാടൻ ജോസ് സേതുവിനെ ഒന്ന് ഇരുത്തി നോക്കുന്നു. അടുത്തത് നീയാണ് പൊന്നുമോനെ എന്നുള്ള രീതിയിൽ. മറ്റൊരു വശത്ത് ആ ഡോക്ടർ ഉണ്ടായിരുന്നല്ലോ, പുള്ളിക്കാരൻ മരിച്ചിരിക്കുന്ന വ്യക്തികളുടെ ശരീരത്തിൽ നിന്നും അവരുടെ ഓർഗൻസ് ഒക്കെ മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സെക്യൂരിറ്റീസിലെ കുറച്ച് ആൾക്കാരും ഇദ്ദേഹവും ചേർന്ന് ഓർഗൻ ട്രാഫിക്കിംഗ് നടത്തുകയാണ് അതിനുള്ളിൽ. ഈ ടീമിലെ ആൾക്കാരാണ് ഡോക്ടറെ അടുത്ത ഗെയിമിനെ കുറിച്ച് പറഞ്ഞ് സഹായിക്കുന്നത്. പക്ഷെ ഈ കാര്യങ്ങൾ നടക്കുന്നത് ബോസിന്റെ അറിവോടുകൂടി ആയിരുന്നില്ല. നമ്മുടെ ഡിറ്റക്റ്റീവ് ആര്യൻ ആദ്യം ഒരാളെ കൊല്ലുന്നുണ്ടായിരുന്നല്ലോ, പുള്ളിക്കാരൻ ഈ ടീമിലുള്ള ആളായിരുന്നു. പക്ഷെ അതൊന്നും നമ്മുടെ ഡിറ്റക്റ്റീവ് ആര്യൻ അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൻ അങ്ങോട്ടേക്ക് വന്നിരുന്നില്ല. ഈ നമ്പർ 29 എവിടെയെന്ന് അവരവിടെ മൊത്തം തിരഞ്ഞു. പക്ഷെ അവനെ കണ്ടുകിട്ടിയിരുന്നില്ല. അങ്ങനെ അവയവങ്ങളെല്ലാം മാറ്റിയതിനു ശേഷം ആ സെക്യൂരിറ്റി
സെക്യൂരിറ്റീസ് ഡോക്ടറോട് പറയും ഇന്ന് രാത്രി കുറച്ച് സേഫ് ആയിട്ടിരിക്കണം. പ്ലേയേഴ്സ് തമ്മിൽ അടിപിടി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഭക്ഷണം കുറച്ച് നൽകിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും പവർഫുൾ ആയിട്ട് തോന്നുന്ന ഗ്രൂപ്പിനോടൊപ്പം ചേരുക എന്ന് അവർ ഡോക്ടറോട് പറയുന്നു. ഡോക്ടർ പോയിട്ട് ഇവിടെ ആരാണ് സ്ട്രോങ് ഗ്രൂപ്പ് എന്ന് നോക്കുന്നു. അപ്പോഴാണ് നമ്മുടെ കീരിക്കാടൻ ജോസിനെയും ഗ്രൂപ്പിനെയും കാണുന്നത്. അതുതന്നെയാണ് സ്ട്രോങ്ങസ്റ്റ് ഗ്രൂപ്പ് എന്ന് അയാൾ ഉറപ്പിക്കുന്നു. അങ്ങനെ ഡോക്ടർ പോയിട്ട് കീരിക്കാടൻ ജോസിനോട് തന്നെയും ഗ്രൂപ്പിൽ ചേർക്കാൻ ആവശ്യപ്പെടുന്നു. നിന്നെ എന്റെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാനോ? ഒരു ഡോക്ടറെ ഈ ഗ്രൂപ്പിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് ജോസ് പറയുന്നു. അപ്പോൾ ഡോക്ടർ അവനോട് പറയും അടുത്ത ഗെയിം എന്താണെന്ന് എനിക്കറിയാം, അത് നിങ്ങൾക്ക് സഹായകരമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് കേട്ട ഉടനെ കീരിക്കാടൻ ഡോക്ടറെയും ടീമിൽ ചേർക്കുന്നു. ഇതേ സമയം നമ്മുടെ സേതുവും അവന്റെ ഗ്രൂപ്പിനോട് സംസാരിക്കുകയാണ്. ഇന്ന് രാത്രി എന്തായാലും ഇവിടെ ആക്രമണമുണ്ടാവും. ലൈറ്റ് അണഞ്ഞാൽ ഉടനെ ഇതൊരു ചുടുകാടായി മാറും. അതിനു മുമ്പ് നമ്മൾ തന്നെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന കട്ടിലുകളെല്ലാം പിടിച്ച് ഒരു കവചം പോലെ, ഒരു ബാരിക്കേഡ് പോലെ അവിടെ ഉണ്ടാക്കുന്നു. അതുമാത്രമല്ല അതിനുശേഷം സേതു പോയിട്ട് നമ്മുടെ ഭാനുവിനോട് നീയും ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചേർന്നോളൂ, അതാണ് നിനക്ക് സേഫ് എന്ന് പറയുന്നു. അതിനൊന്നും ആവശ്യമില്ല, ഞാൻ ഒറ്റക്ക് തന്നെ എന്നെ നോക്കിക്കോളാം എന്ന് ഭാനു പറയുന്നു. അവർക്ക് ആരെയും വിശ്വാസമില്ല. കീരിക്കാടനും സംഘവും ലൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ലൈറ്റ് ഓഫ് ചെയ്ത ഉടനെ ഓരോരുത്തരെയായിട്ട് പോയിട്ട് കൊന്ന് തള്ളണമെന്ന് അവർ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ്. ലൈറ്റ് ഓഫായ ഉടനെ തന്നെ കീരിക്കാടൻ ആദ്യം പോയിട്ട് മറ്റുള്ളവരുടെ ഭക്ഷണം കഴിച്ചത് താനാണ് എന്ന് പറഞ്ഞു കൊടുത്ത ആ സ്ത്രീയെ ക്രൂരമായി കുത്തിക്കൊല്ലുന്നു. അതിനുശേഷം നേരെ പോയത് നമ്മുടെ ഭാനുവിന്റെ അടുത്തേക്കാണ്. അവളെയും കീരിക്കാടൻ ആക്രമിക്കുന്നു. പക്ഷെ അവളുടെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നല്ലോ, അത് വെച്ച് അവന്റെ കാല് അവൾ കുത്തി കീറുന്നു. അരിശമൂത്ത കീരിക്കാടൻ ഭാനുവിനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് കഴുത്ത് പിടിച്ച് ഞെരിച്ച് അവളെ തൂക്കി ചുമരിനോട് ചേർത്ത് ഉയർത്തുന്നു. ഭാനു ആവട്ടെ അവന്റെ കിടുങ്ങാമണി ചവിട്ടി പൊട്ടിച്ചിട്ട് അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ആ സ്ഥലം മുഴുവൻ ഒരു യുദ്ധഭൂമിയായി മാറിയിരിക്കുന്നു. പണത്തിന് വേണ്ടി എല്ലാവരും ആർത്തി പിടിച്ച് പരസ്പരം അടിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേസമയം നമ്മുടെ സേതുവും കൂട്ടുകാരും നമ്മുടെ ഈപ്പച്ചനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെത്ര അന്വേഷിച്ചിട്ടും അദ്ദേഹത്തെ കാണാനില്ല. അപ്പോഴേക്കും നമ്മുടെ ഭാനുവും സേതുവിന്റെ ഗ്രൂപ്പിലേക്ക് വന്ന് ചേരുന്നു. ഭാനുവിന് പിന്നാലെ തന്നെ ദേ വരുന്നു കീരിക്കാടനും സംഘവും. ഇപ്പോഴതാ നമ്മുടെ സേതുവിന്റെ ഗ്രൂപ്പും കീരിക്കാടന്റെ ഗ്രൂപ്പും പരസ്പരം മത്സരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. നമ്മുടെ സേതുവിന്റെ ഗ്രൂപ്പ് ഒരല്പം വീക്കാണെങ്കിൽ പോലും ധൈര്യത്തിൽ ഒട്ടും പിന്നിലല്ല. വാടാ ഒരു കൈ നോക്കാടാ എന്നുള്ള രീതിയിൽ സേതു അവർക്ക് മുന്നിൽ തന്നെ നിൽക്കുകയാണ്. നമ്മുടെ ഈപ്പച്ചനാവട്ടെ അവിടെയുള്ള ഏറ്റവും ഉയരമുള്ള ഒരു ബെഡിന് മുകളിൽ കയറി നിൽക്കുകയാണ്. ഇവിടെയുള്ള എല്ലാവരും ചാവാൻ പോവുകയാടാ, പിന്നെ എന്തിനാണ് തമ്മിത്തല്ലി ചാവുന്നത് എന്ന് ഈപ്പച്ചൻ എല്ലാവരോടുമായിട്ട് വിളിച്ചു പറയുന്നു. ബോസ് ആകട്ടെ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കല്ലേ ഇന്ന്. ഇനിയും താമസിപ്പിച്ച മത്സരത്തിന് ആളുകളൊന്നും ബാക്കിയുണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയ പുള്ളിക്കാരൻ വേഗം ലൈറ്റ് ഓൺ ചെയ്ത് സെക്യൂരിറ്റീസിനോട് അങ്ങോട്ടേക്ക് പോകാൻ പറയുന്നു. അങ്ങനെ വാതിൽ തുറന്ന് സെക്യൂരിറ്റീസ് എല്ലാം അവിടേക്ക് എത്തുന്നു. അങ്ങനെ ആ ഒരു പ്രശ്നത്തിനെല്ലാം ശേഷം നമ്മുടെ സേതു എല്ലാവരോടുമായിട്ട് പറയും നമ്മൾ ഇനി എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് ആർക്കും അറിയില്ല, അതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ പേരുകളെങ്കിലും പരസ്പരം അറിഞ്ഞിരിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും പരസ്പരം പേരുകൾ പറയുന്നു. നമ്മുടെ ഈപ്പച്ചനോട് പേര് ചോദിച്ചപ്പോൾ പേരോ എന്റെ പേര് പുള്ളിക്കാരന് ഓർമ്മക്കുറവുണ്ടല്ലോ, അതുകൊണ്ട് പുള്ളിക്കാരൻ പേര് തന്നെ മറന്നുപോയിരിക്കുന്നു. അത് പോട്ടെ, അതൊന്നും സാരമില്ല, ഞാനും പലപ്പോഴും എന്റെ കാര്യങ്ങളൊക്കെ മറന്നു പോകാറുണ്ട് എന്ന് പറഞ്ഞ് സേതു ഈപ്പച്ചനെ സമാധാനിപ്പിക്കുന്നു. അതിനുശേഷം എല്ലാവരും പോയി കിടന്നുറങ്ങുന്നു. നമ്മുടെ കീരിക്കാടൻ ജോസിന്റെ കാലില് ഭാനു നന്നായിട്ട് കീറിയിട്ടുണ്ടായിരുന്നല്ലോ. ഡോക്ടർ അത് തുന്നിച്ചേർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കീരിക്കാടൻ ചോദിക്കും, ഓ നീ ഒറിജിനൽ ഡോക്ടർ തന്നെയാണല്ലേ? അങ്ങനെ അതിനുശേഷം ആ വേദന മറക്കുന്നതിന് വേണ്ടിയിട്ട് രതി ചേച്ചി പുള്ളിക്കാരന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. ജോസിന്റെയും രതിയുടെയും ലീലാവിലാസങ്ങൾ അത് ഞാൻ സെൻസർ ചെയ്യുന്നു. അടുത്ത ദിവസം രാവിലെ അടുത്ത ഗെയിം ആരംഭിക്കുന്നു. പ്ലെയേഴ്സിന് 10 പേരടങ്ങുന്ന ഗ്രൂപ്പുകളായി മാറാൻ നിർദ്ദേശം ലഭിക്കുന്നു. അത് കേട്ട ഉടനെ ചന്തുവും സേതുവും കൂടി ഇതെന്ത് ഗെയിമായിരിക്കും 10 പേരെ വെച്ചിട്ട് എന്ന് ആലോചിക്കുന്നു. അപ്പോൾ ചന്തു പറയും അത് ഗെയിം എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ ഓൾറെഡി ഒരു വയസ്സനും ഒരു ലേഡിയുമുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ആവശ്യം കൂടുതൽ സ്ട്രോങ് ആയ ആൾക്കാരാണ്, അതുകൊണ്ട് ഓരോരുത്തരായി പിരിഞ്ഞിട്ട് ഓരോ ആൾക്കാരെ കൊണ്ടുവരണമെന്ന് പറയുന്നു. അങ്ങനെ അവർ ഓരോരുത്തരായി പിരിഞ്ഞ് ആൾക്കാരെ തേടിയിറങ്ങുന്നു. ചന്തു പോയിട്ട് ഒരാളോട് ഞങ്ങളുടെ കൂടെ കൂടുന്നു എന്ന് ചോദിക്കുന്നു. പക്ഷേ പുള്ളിക്കാരനാവട്ടെ നിങ്ങളോടൊപ്പം എൻ്റെ ഭാര്യയെയും കൂടി കൂട്ടുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ചന്തു പറയും ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഓൾറെഡി ഒരു ലേഡിയുണ്ട്, അപ്പോൾ കൂടുതൽ ലേഡീസ് വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പ് വീക്കായി പോകും, അതുകൊണ്ട് അതിന് സാധ്യമല്ല എന്ന് പറയുന്നു. ഇതേസമയം ഭാനു തനിക്കൊരു ടീംമേറ്റിനെ തപ്പി നടക്കുകയാണ്. അപ്പോൾ ഒരു പെൺകുട്ടി അവിടെ ഇരിക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നു. അവൾ ഒറ്റയ്ക്ക് ഒരു മൂലയ്ക്ക് പോയി ഇരിക്കുകയാണ്, ആരോടും സംസാരിക്കുന്നില്ല. ഭാനു നേരെ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചേരുന്നോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ അവൾ അതിന് സമ്മതിച്ച് ഭാനുവിനോടൊപ്പം പോകുന്നു. അവളെ നമുക്ക് ഇനി അല്ലി എന്ന് വിളിച്ചു തുടങ്ങാം. മറുവശത്ത് നമ്മുടെ കീരിക്കാടൻ ജോസ് അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള 10 പേരെ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. കാരണം പുള്ളിക്കറിയാലോ അടുത്ത ഗെയിം എന്താണ് എന്നുള്ളത്. ഡോക്ടർ ഓൾറെഡി അവനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുമാത്രമല്ല നമ്മുടെ രതിയെ പുള്ളിക്കാരൻ ടീമിൽ ചേർത്തതുമില്ല. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നടക്കാൻ പോകുന്ന ഗെയിം ടഗ് ഓഫ് വാർ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ വടംവലി. സോ വടംവലി ജയിക്കണമെങ്കിൽ ടീം ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് കീരിക്കാടൻ രതിയെ ടീമിൽ ചേർക്കാതിരുന്നത്. രതിയാവട്ടെ ജോസിനോട് പലതവണ കെഞ്ചി നോക്കി തന്നെയും ടീമിൽ ചേർക്കുന്നതിന്
കളിക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷെ അതൊന്നും സാധിക്കില്ല. അടുത്ത ഗെയിമിൽ വേണ്ടിയെങ്കിലും നോക്കാമെന്ന് പറഞ്ഞ് കീരിക്കാടൻ അവളെ അവോയ്ഡ് ചെയ്യുന്നു. ദേഷ്യം വന്ന രതി, നീ എന്നെ ചതിച്ചു, നിന്നെ ഞാൻ കൊല്ലാതെ വിടില്ലടാ എന്ന് ആക്രോശിക്കുന്നു. എന്നെ കൊല്ലാനോ? അതിന് നീ അടുത്ത ഗെയിം വരെ ജീവിച്ചിരിക്കുമോ എന്ന് നോക്കാം എന്നും പറഞ്ഞ് അവളെ കളിയാക്കിക്കൊണ്ട് ജോസ് അവിടെ നിന്നും പോകുന്നു. ഇവിടെ നമ്മുടെ സേതുവിന്റെ ഗ്രൂപ്പിന് 9 പേരെ മാത്രമേ കണ്ടെത്താനായുള്ളൂ. ഇനി ഒരാൾ കൂടി വേണം. അവരാകെ ടെൻഷനിലിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രതി അങ്ങോട്ടേക്ക് വന്നിട്ട് ഞാൻ വേണ്ടിക്കില്ല ഈ ഗ്രൂപ്പിൽ ചേരാമെന്നും പറഞ്ഞ് അവരുടെ ഒന്നും സമ്മതത്തിന് പോലും നോക്കാതെ അവരുടെ കൂട്ടത്തിലേക്ക് കയറിയിരിക്കുന്നു. അവർക്കും വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. അപ്പോഴേക്കും സമയം ഏകദേശം അവസാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ രതിയെയും അവർ ടീമിൽ ചേർക്കുന്നു. അങ്ങനെ ഗെയിം ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാവരും 10 പേരടങ്ങുന്ന ഗ്രൂപ്പുകളായി തിരിഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ മത്സരം ടീം 1നും നമ്മുടെ കീരിക്കാടന്റെ ഗ്രൂപ്പുമായിട്ടാണ്. ടീം 1 കീരിക്കാടന്റെ ഗ്രൂപ്പിനെ വെച്ച് നോക്കുമ്പോൾ തീരെ സ്ട്രോങ്ങേ അല്ല. അങ്ങനെ 2 ടീമുകളും മത്സരത്തിന് തയ്യാറായി വളരെ ഉയരത്തിലുള്ള ട്രാക്കിൽ പോയി നിൽക്കുന്നു. എല്ലാവരുടെയും കൈകൾ ചങ്ങല ഉപയോഗിച്ച് വടവുമായി ബന്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും വടം വിടണമെന്ന് തോന്നിയാലും സാധിക്കില്ല. അങ്ങനെ വടംവലി ആരംഭിക്കുന്നു. കീരിക്കാടനും സംഘവും എതിർ ടീമിനെ നിഷ്പ്രയാസം വലിച്ച് ആ ട്രാക്കിൽ നിന്നും താഴേക്കിടുന്നു. എല്ലാവരും ഇപ്പോൾ കയറിൽ തൂങ്ങിയാടി നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു വലിയ കത്തി വന്ന് ആ കയറ് 2 പീസായി വെട്ടുന്നു. ടീം 1ലുള്ള 10 പേരും അവിടെ നിന്ന് താഴേക്ക് വീണ് തല ചിന്നിച്ചിതറി മരിക്കുന്നു. താഴെ ഇതെല്ലാം കണ്ടു നിന്ന ബാക്കി പ്ലേയേഴ്സിനൊക്കെ മുള്ളിപ്പോയ അവസ്ഥ. അടുത്ത മത്സരം നമ്മുടെ സേതുവിന്റെ ഗ്രൂപ്പും ടീം 5ഉം തമ്മിലാണ്. സേതുവിന്റെ ഗ്രൂപ്പുമായി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ടീം 5 നല്ല സ്ട്രോങ് ടീമാണ്. കാരണം ഹീറോയുടെ ടീമിൽ ഒരു വൃദ്ധനും 2 സ്ത്രീകളും കൂടിയുണ്ട്. താഴെ വീണ് തല ചതഞ്ഞരഞ്ഞു മരിക്കാനാണ് വിധിയെന്നുള്ള ചിന്തയോടുകൂടി സേതുവും കൂട്ടുകാരും മുകളിലേക്ക് പോകാൻ തുടങ്ങി. നമ്മുടെ സേതുവിന്റെ ഗ്രൂപ്പിൽ എപ്പോഴും ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തനുണ്ട്. അവനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈപ്പച്ചൻ എല്ലാവരോടുമായിട്ട് പറയും, എല്ലാവരും കോൺഫിഡന്റ് ആയി തന്നെ ഇരിക്കുക, ആരും ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തരുത്. വടംവലി എന്ന് പറയുന്നത് എപ്പോഴും ശക്തി കൊണ്ട് മാത്രം ജയിക്കാവുന്ന ഒന്നല്ല. കൃത്യമായ സ്ട്രാറ്റജിയോടെ ആത്മവിശ്വാസത്തോടെ നീങ്ങിയാൽ ഈ മത്സരത്തിൽ നമുക്ക് ജയിക്കാനാവും. ശേഷം ഈപ്പച്ചൻ ഈ ഗെയിം എങ്ങനെ കളിക്കണമെന്ന് എല്ലാവർക്കുമായി പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വടംവലി മത്സരത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ടീം ലീഡറുടെ ആത്മവിശ്വാസമാണ് വിജയത്തിന്റെ ആദ്യപടി. അതുകൊണ്ട് തന്നെ ഏറ്റവും മുന്നിലായിട്ട് നമ്മുടെ സേതുവിനെയും ചന്തുവിനെയും നിർത്തുന്നു. കൂടാതെ റോപ്പിന്റെ ഏറ്റവും അവസാനത്ത് നിൽക്കുന്ന ആൾ ഏറ്റവും ബലവാനായിരിക്കണം എന്നുള്ളത് കൊണ്ട് അലിയെ അവിടെ നിർത്തുന്നു. അടുത്തതായിട്ട് ഓരോ ആൾക്കാരെയും ഒന്നിടവിട്ട രീതിയിൽ വടത്തിന് ഇരുവശങ്ങളിലുമായിട്ട് കാലുറപ്പിച്ച് നിൽക്കണമെന്നും പറഞ്ഞ് എല്ലാവരെയും അങ്ങനെ ക്രമീകരിക്കുന്നു. അതുമാത്രമല്ല, നമ്മൾ വടം പിടിക്കേണ്ടത് നമ്മുടെ ശരീരം ചേർത്ത് പിടിച്ച് കക്ഷത്തിലൂടെ ആയിരിക്കണമെന്നും ഈപ്പച്ചൻ എല്ലാവരോടുമായിട്ട് പറയുന്നു. അങ്ങനെ പിടിച്ചാലാണ് നമ്മുടെ ബലം മുഴുവനായിട്ടും വടത്തിലേക്ക് നൽകാൻ സാധിക്കുക. അവസാനമായിട്ട് ഗെയിം ആരംഭിച്ച് ആദ്യ 10 സെക്കൻഡ് ഒരു കാരണവശാലും നമ്മൾ എതിർ ടീമിനെ വലിക്കാൻ തുടങ്ങരുത്. അതിന് പകരം വടം നന്നായിട്ട് വലിച്ചു പിടിച്ച് പിന്നിലേക്ക് ചാഞ്ഞു കിടക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ബലം പൂർണ്ണമായിട്ടും വടത്തിന് മുകളിൽ വരികയും എതിർ ടീമിന് നമ്മളെ വലിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യും. അതോടെ അവര് കൺഫ്യൂഷനിലാകും. ആ ഒരു മൊമെന്റിലായിരിക്കണം നമ്മൾ ഇങ്ങോട്ടേക്ക് വലിച്ചു തുടങ്ങേണ്ടത് എന്ന് ഈപ്പച്ചൻ പറയുന്നു. ഈപ്പച്ചൻ പറഞ്ഞതുപോലെ തന്നെ എതിർ ടീം തളരാൻ തുടങ്ങി. ആ ഒരു നിമിഷം മുതലാക്കിക്കൊണ്ട് തന്നെ സേതുവും കൂട്ടരും വടം പിന്നിലേക്ക് വലിക്കാൻ തുടങ്ങി. സേതുവും കൂട്ടരും അവരെ ഓൾമോസ്റ്റ് വലിച്ച് എൻഡ് വരെ എത്തിച്ചു. പക്ഷെ ഒരു മൊമെന്റിൽ വടത്തിന് മുകളിൽ അവർക്കും ഹോൾഡ് ലഭിക്കുന്നു. എതിർ ടീമിന്റെ ലീഡറും കൂട്ടരും ചേർന്ന് സേതുവിനെയും സംഘത്തെയും വലിച്ചു കൊണ്ടുപോകാൻ തുടങ്ങി. സേതുവിനും കൂട്ടർക്കും വടം കൈവിട്ടു തുടങ്ങി. അവർ വഴുക്കി മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോയാൽ നമ്മുടെ നായകനും സംഘവും താഴേക്ക് വീഴും. ഉടനെ തന്നെ ചന്തു എല്ലാവരോടുമായിട്ട് പറയും, ഞാൻ പറഞ്ഞ ഉടനെ തന്നെ എല്ലാവരും വടം ഒരു 3 സ്റ്റെപ്സ് ഫ്രീ ആയിട്ട് വിടണം. പക്ഷെ ഹാൻ വേണ്ട അങ്ങനെ വിട്ടാൽ നമ്മളെല്ലാവരും ചത്തുപോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ച വെക്കാൻ തുടങ്ങി. ചന്തു പറയുന്നത് അനുസരിക്കല്ലാതെ മറ്റൊരു വഴിയും സേതുവിന്റെ ഗ്രൂപ്പിനില്ല. അതുകൊണ്ട് തന്നെ സേതുവും കൂടി വടം വിടാൻ പറയുന്നു. ആ മൊമെന്റിൽ തന്നെ എല്ലാവരും വടം വിടുന്നു. ആ വടം മുന്നോട്ടേക്ക് നീങ്ങാൻ തുടങ്ങി. എല്ലാവരും അതിനോടൊപ്പം തന്നെ മുന്നിലേക്ക് നീങ്ങുന്നു. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.